ISLന്റെ രണ്ടാം ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോട്ടയിൽ വെച്ച് നടന്ന രണ്ടാം മത്സരത്തിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും പിൻനിരയിൽ കിടന്ന പഞ്ചാബ് FCയോട് 1-3 ഗോളിന്റെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി. ISLൽ നവാഗതരായ പഞ്ചാബ് FC ഒന്നാം ഘട്ടം അത്ര മികവൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ ഓരോ മത്സരത്തിലും പിഴവുകൾ തിരുത്തിയായിരുന്നു അവർ മുന്നോട്ട് കുതിച്ചത്. ജനുവരിയിലെ ബ്രേക്കിന് ശേഷം കളത്തിലെത്തിയ പഞ്ചാബ് അടിമുടി മാറിയിരുന്നു. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FCയെ 1-3 ഗോളിന് തകർത്തു വിട്ടെങ്കിൽ രണ്ടാം മത്സരത്തിൽ 1-3 ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ തോക്കി. പഞ്ചാബിന്റെ മണ്ണിൽ ചെന്ന ആദ്യഘട്ടത്തിൽ അവരെ എതിരില്ലാത്ത 1 ഗോളിന് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരുന്നു. എന്നാൽ കണക്കുകൾ എണ്ണിപ്പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല 3 വട്ടം കുലുക്കിയാണ് പഞ്ചാബിന്റെ കരുത്തന്മാർ കേരളം വിട്ടത്. തോൽവിയോടെ ഈ സീസണിലെ ഹോം മാച്ചുകളിൽ തോൽവി അറിഞ്ഞിട്ടില്ലെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ അഹങ്കാരത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. അതോടൊപ്പം ഈ സീസണിലെ ഷീൽഡ് പ്രതീക്ഷയിൽ സജീവമാകാമെന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോഹങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. ഇനി മത്സരത്തിലേക്ക് വന്നാൽ പഞ്ചാബ് FCയുടെ മികച്ച പ്രകടനം, അവർ നടത്തിയ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് മേലുള്ള വിജയം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമൊന്നും പറയാനില്ല. സൂപ്പർ കപ്പിലെ തോൽവിയുടെ തുടർച്ച തന്നെയാണ് ഒഡീഷയിലും ഇപ്പോൾ കൊച്ചിയിലും നമ്മൾ കണ്ടത്. സൂപ്പർ കപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായപ്പോൾ പരിശീലകനായ ഇവാൻ യൂക്കോമനോവിച്ച് പറഞ്ഞിരുന്നു, ഇതൊന്നും നമ്മൾ കാര്യമായിട്ടെടുത്തില്ല, ഈ തോൽവിയൊന്നും ISL മത്സരങ്ങളെ ബാധിക്കില്ല എന്ന്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായ തോൽവികൾ തന്നെയാണ്. കളിക്കളത്തിൽ മികച്ചൊരു പ്രകടനം നടത്താൻ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ മികച്ച താരങ്ങളുണ്ടെങ്കിലും അവരെ വേണ്ട വിധം ട്രെയിൻ ചെയ്യിപ്പിക്കാനോ കളിക്കളത്തിൽ കളിപ്പിക്കാനോ വേണ്ട വിധം യൂസ് ചെയ്യാനോ മികവ് കാണിക്കുന്ന ഒരു പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്തത്. ഇവാൻ യൂക്കോമനോവിച്ച് വെറും ഊതി വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിശീലകൻ മാത്രമാണ്. അല്ലാതെ ഇവാന് പ്രോപ്പറായ ഒരു ഗെയിം സ്റ്റൈലോ മികച്ച ടാക്ടിക്സ് യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയോ താരങ്ങളെ എങ്ങനെ യൂസ് ചെയ്യണമെന്നോ വലിയ ധാരണകളൊന്നുമില്ല. കഴിഞ്ഞുപോയ ഓരോ മത്സരങ്ങളും എടുത്തു നോക്കിയാൽ ഒരു കോച്ച് എന്ന നിലയിൽ ഇവാൻ എത്രത്തോളം പരാജയമാണെന്ന കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെയോ ചക്കയിട്ട് മുയല് ചാവും പോലെ ഒറ്റപ്പെട്ട കുറച്ച് മത്സരങ്ങളിലെ വിജയം മാത്രമുണ്ട് പറയാൻ. ഇത് പറയുമ്പോൾ കുറച്ച് ബ്ലൈൻഡ് ആരാധകർക്ക് സുഖിച്ചെന്ന് വരില്ല. അവരുടെ അവകാശവാദം ഇവാൻ വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെ എത്തി, അതിനു മുമ്പ് എവിടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെയാണ്. അവരോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിടത്തും എത്തിയിട്ടില്ല. ഇവാൻ വന്നതിന് ശേഷവും ഒന്നും സംഭവിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഹൈപ്പല്ല യാഥാർത്ഥ്യം. കളിക്കളത്തിൽ മികച്ച പ്രകടനങ്ങൾ താരങ്ങൾ നടത്തണം. ആ താരങ്ങളെ മികച്ച പ്രകടനത്തിലേക്ക് എത്തിക്കാൻ മികച്ചൊരു കോച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കണം. ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇവാൻ ചേർന്ന വർഷം കുറച്ച് മികച്ച പ്ലെയേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ മികവിൽ ബ്ലാസ്റ്റേഴ്സ് ആ സീസൺ ISLന്റെ ഫൈനൽ കളിച്ചു, അത്രമാത്രം. എന്നാൽ അത് കഴിഞ്ഞ് എടുത്തു പറയാൻ എന്താണുള്ളത്? ഒരു ലീഗിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ടില്ല. സൂപ്പർ കപ്പിലും തോൽവി തന്നെ. ദുരന്ത് കപ്പിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ ISL സീസണിലും പ്ലേ ഓഫിൽ പുറത്തായി. പിന്നെ ആകെ പറയാനുള്ളത് ISLന്റെ ഈ സീസൺ മാത്രമാണ്. അവിടെയും അത്ര മികച്ച വിജയങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് അവകാശപ്പെടാനില്ല. ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന്റെ മികവിൽ കുറച്ച് മത്സരങ്ങൾ വിജയിച്ചു, അല്ലാതെ ഒരു ടീം വർക്കിൽ ജയിച്ച മത്സരങ്ങൾ വളരെ ചുരുക്കം മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ മികച്ച താരങ്ങൾ ഉണ്ടെങ്കിലും അവരെ വേണ്ട വിധം കളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പരിശീലകന്റെ കുറവ്. എന്തായാലും ഈ ഒരു രീതിയിലാണെങ്കിൽ ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായി. ഇനി ISL കിരീടം എന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നേടാം, അല്ലാതെ മികച്ചൊരു പ്രകടനം നടത്തി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.